ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ, കുറേ ദിവസമല്ല, ഞാൻ 2 ദിവസം മുന്നേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് കണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് റിഫർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്നോ അല്ലെങ്കിൽ മേ ബി എ വീക്ക് ഇൻ മൈ ലൈഫ് എന്നോ അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ബിക്കോസ് ഈ വീഡിയോയുടെ ബിഗിനിങ്ങിൽ നമ്മൾ നാട്ടിലും പിന്നെ ഈ വീഡിയോ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ബാംഗ്ലൂരേക്ക് തിരിച്ചു വരുന്നതും അതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഒരു പേഴ്സണൽ എമർജൻസി ഉണ്ടായിരുന്നു, അതെന്താണെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോയത്. അവിടെ ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തൊടുപുഴയിൽ വെച്ചിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന കുറച്ച് സീൻസൊക്കെയാണ് ബിഗിനിങ്ങിൽ കാണിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്കൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് ഫ്ലൈ ചെയ്യുകയാണ് ചെയ്തത്, നമ്മൾ ബാംഗ്ലൂരുള്ള വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് ബാംഗ്ലൂരേക്ക് വന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് KFC ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. ഈ വട്ടം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു. അപ്പം ഇതിന് മുന്നേ നമ്മൾ ഒരു വട്ടം ഇവിടുന്ന് നാട്ടിലേക്ക് പോയപ്പോൾ അതിനകത്ത് നമുക്ക് സ്നാക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് നൂഡിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും സ്നാക്സ് ഒന്നും ഇല്ല. ഡ്യൂറേഷൻ ഭയങ്കര കുറവായിരുന്നു ഫ്ലൈറ്റിൻ്റെ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് കരുതുന്നു, എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ബാംഗ്ലൂർ എയർപോർട്ടിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഫേ ഉണ്ട്, സ്മൂർ. അങ്ങോട്ട് പോയിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഈ വട്ടം ജസ്റ്റ് ചെറിയ സാധനങ്ങളൊക്കെ മഞ്ച് ചെയ്തത്, അതായത് സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ. പിന്നെ നമ്മൾ അവിടുന്ന് രാത്രിയായിട്ട് ഒരുപാട് വൈകിട്ടായി ഇവിടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. പിന്നെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കിച്ചൺ സംഭവങ്ങൾ കുറേയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി, തൊട്ട് അടുത്ത ദിവസം തന്നെ. അപ്പം ഞങ്ങളിവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സൂപ്പർ മാർക്കറ്റ്സിൽ, നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള പല സൂപ്പർ മാർക്കറ്റ്സിൽ കയറി നോക്കും, ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്, എവിടെയാണ് കൂടുതൽ സാധനങ്ങളുള്ളത്, നല്ല ഓഫേഴ്സ് ഉള്ളത്, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി. പിന്നെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ബ്ലിങ്കിറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാകാർട്ട് എന്നൊക്കെയാണ് ചെയ്യാറ്. എന്നാലും നമ്മൾ വീക്കെൻഡ്സ് സമയം കിട്ടുമ്പോൾ ഇതുപോലെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി ചെറിയ റിസർച്ചൊക്കെ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്മാർട്ട് ബസാറിലാണ് ഈ വട്ടം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ദൈവം, ഇത്രയും വൃത്തിയായിട്ട് ഒരു സ്മാർട്ട് ബസാർ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഗട്ടഹള്ളി ആണോ അതെയോ ഇതിൻ്റെ അടുത്തത്തെ ജംഗ്ഷനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും അവിടെ നമ്മൾ മറ്റേ മിൽക്കും കേടൊക്കെ വെക്കുന്ന ഫ്രീസറില്ലേ, അവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ എല്ലാം ലീക്കായിട്ട് സംഭവം ചളം കുളമായിരുന്നു. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നേരെ പറന്ന് ഇങ്ങോട്ട് പോരുക ചെയ്തത്. അപ്പം ഇത് നമ്മൾ കോഫി പൗഡർ മേടിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് വോഴ്സ് എന്നാണ് തോന്നുന്നു ആ ഷോപ്പിൻ്റെ പേര്. അത് ആക്ച്വലി ഒരു മില്ലാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല കോഫി പൗഡർ കിട്ടും. നമ്മൾ ചിക്ക്മംഗ്ലൂർ കോഫി ആണെന്ന് തോന്നുന്നു മേടിച്ചത്, ഞാൻ കറക്റ്റായിട്ട് പേര് ഓർക്കണില്ല. അപ്പം കോഫി പൗഡറും അങ്ങനെ കുറച്ച് റൈസ് പൗഡർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് മേടിക്കുക. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ്, അതായത് നമ്മൾ കുറച്ച് പ്ലാന്റ്സൊക്കെ, ഗാർഡനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സും സാധനങ്ങളും എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഒബ്വിയസ്ലി കുറച്ച് മീ ടൈം നമുക്ക് വേണമല്ലോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും പാർലറിൽ പോകുമ്പം നിങ്ങൾ ഹെയർ അവിടെ കാണിക്കുമ്പോൾ തന്നെ, ഓ മാഡം നിങ്ങളുടെ ഹെയറിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമാണ്, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്ന അവിടുത്തെ സ്റ്റാഫുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കെപ്പോഴും അങ്ങനത്തെ സ്റ്റാഫുകൾ തന്നെയാണ് കിട്ടാറുള്ളൂ മിക്ക പാർലറിൽ നിന്നും. പക്ഷേ എന്നാലും ഞാൻ ഈ അടുത്ത് ലാക്മേ സലൂണിൽ പോയപ്പോൾ വളരെ നല്ലതായിരുന്നു അവിടുത്തെ സ്റ്റാഫ്സ്. അവർ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ആക്ച്വലി നിങ്ങളുടെ ഹെയർ ക്വാളിറ്റി നല്ലതാണ്, നിങ്ങൾ കുറച്ച് ജസ്റ്റ് വീട്ടിൽ തന്നെ ഹോം റെമഡീസൊക്കെ ചെയ്ത് കെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ദിവസം കുറച്ച് പ്ലാന്റ്സ് മേടിക്കാൻ പോയതും. പിന്നെ ഇത് ലുലു ആണ്, ഇലക്ട്രോണിക് സിറ്റിയിൽ M5 ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. May 18 അതിന് ഇനാഗ്രേഷൻ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് എസെൻഷ്യൽസും വീട്ടിലേക്ക് വേണ്ട ഫ്രൂട്ട്സ്, വെജീസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെന്താ, ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാനും ഇത് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ. പക്ഷേ അതിനകത്ത് ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ കമൻസിലൂടെ മാർക്ക് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് കാണാൻ ഇഷ്ടം, ഞാൻ ഡബ് ചെയ്യുന്ന ഇഷ്ടമാണോ, എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണോ, വീഡിയോ എടുക്കുന്ന ഓക്കെയാണോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ, കുറച്ച് സബ്സ്ക്രൈബേഴ്സേ എനിക്കുള്ളൂ, എന്നാൽ പോലും നിങ്ങളതൊക്കെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്കിത് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയേനെ.
അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല. അടുത്തൊരു വീഡിയോ ഞാൻ വലിയ താമസിക്കാതെ തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ബിലീഫ്. അപ്പോൾ നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. എന്താണെങ്കിലും അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. പിന്നെ ചെറിയൊരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഈ വീഡിയോ ഞാൻ ഡബ് ചെയ്തുകൊണ്ട സമയത്ത് വാവയുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുമേ, അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേരേ.